അപ്പോൾ എങ്ങനാ തുടങ്ങിയാലോ? സെറ്റല്ലേ? നല്ല നാടൻ കുത്തരിച്ചോറും ഓമയ്ക്കാത്തോരനും ചിക്കൻ കറിയും നമ്മുടെ വെള്ളരിക്കായും മോരും കൂടെ ഉള്ള ഒരു പുളും കറിയും. അച്ചാറില്ല? അത് വേണം, നിർബന്ധ. ഇതെല്ലാം കൂടെ കൂട്ടി ഇളക്കിയാൽ ഇന്നത്തെ ഊണ് കുശാൽ. കാണിച്ചു തരാം ഒരു കൂട്ടം. പച്ചക്കറി ക്ലീൻ ചെയ്തപ്പോഴേ വെള്ളരിക്കായുടെ കുരു എല്ലാം കൂടെ ടെറസിലെ ചെടിയുടെ ചോട്ടിക്കൊണ്ട് കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ വെള്ളരിക്കായുടെ അരിയും ഉണ്ടായിരുന്നു. അതവിടെ കിടന്ന് കിടർത്ത് ഒരു കായായി. ഇത് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ ഒരു സവാള ഉള്ളി, 2 പച്ചമുളക്, അല്പം മഞ്ഞൾ, ഉപ്പ്, ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അതവിടെ ഇരുന്ന് വേവട്ടില്ലേ, നമുക്ക് അരപ്പ് തയ്യാറാക്കാം. തേങ്ങ, ജീരകം, ഒരല്ലി വെളുത്തുള്ളി, അല്പം ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് അരയ്ക്കാം. ആരും കറിക്കകത്ത് കഷ്ണം കഴിക്കത്തില്ല. അപ്പം ഞാൻ ചെയ്യുന്ന ട്രിക്കാണ്. ഇതെല്ലാം കൂടെ എടുത്തിട്ട് അങ്ങ് അരയ്ക്കും. അപ്പോൾ കഷ്ണങ്ങൾ കഴിക്കത്തില്ല എന്നുള്ള പരാതി തീർന്നില്ല. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അടുപ്പിൽ വെച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് തിളപ്പിക്കാമേ. ഇനി നമുക്ക് കുറച്ച് തൈര് മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാമേ. ഈ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ അടിച്ചെടുത്തുകൊണ്ട് വന്ന തൈര് ഈ കറിയുടെ കൂട്ടിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ആ പാത്രത്തിൻ്റെ ചൂടിലും ആ കറി നേരത്തെ തിളപ്പിച്ചുള്ള കറിയില്ലേ, ആ കറിയുടെ ചൂടിലും നമ്മൾ ഒഴിച്ചു വെച്ച മോരും കൂടെ ചൂടായിക്കോളുമേ. മോരൊഴിച്ചതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് ചൂടാക്കിയാൽ മതി. ഇനി നമുക്ക് കടുകും കൂടെ വറുക്കാം. ലാസ്റ്റിൽ അല്പം മുളക് പൊടിയും കൂടി ഇട്ട് മൂപ്പിക്കുക. അത് കറിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഈ ലാസ്റ്റ് മുളക് പൊടി ഇടുന്നത്. ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് പിന്നീട് എടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള വെള്ളരിക്ക മോര് കറി തയ്യാർ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബായ്.